ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്ന ഒരു കണക്കാണ്. നോക്കാം. n സംഖ്യകളുടെ ശരാശരി a ആയാൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് a-n-1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ശരാശരി a എന്ന് പറയുന്നത് 14 ഇരിക്കും, n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 14 ആയാൽ അതിലെ ചെറിയ സംഖ്യ, അപ്പൊ ചെറിയ സംഖ്യ കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതാ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മൈനസ് n എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 ഇസിക്കൽ ടു 14 മൈനസ് 4 ഇസിക്കൽ ടു 10. അപ്പോൾ ആ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് 10, 12, 14, 16, 18, 1, 2, 3, 4, 5. ഇതാണ് ആ സംഖ്യാശ്രേണി. ആ സംഖ്യാശ്രേണി ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം. n ഇരട്ട സംഖ്യകളുടെ ശരാശരി a ആണെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ ഈ a മൈനസ് എന്നുള്ളപ്പോൾ പ്ലസ് ആക്കിയാണ്. അപ്പോൾ നേരത്തെ ഇത് കണക്കാൻ നമ്മൾ നോക്കാം. അപ്പം ശരാശരി എന്ന് പറയുന്നത് 14 ആണ്, n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ സീക്വൽ ടു a എന്ന് പറയുന്നതാണ് 14 ആണ്, പ്ലസ് n എത്രയാണ് 5 ആണ്, മൈനസ് 1 സമം 14 പ്ലസ് 4 ഈക്വൽ ടു 18. അപ്പൊ 18 നമുക്ക് എഴുതി നോക്കാം. 18, 16, 14, 12, 10, 10, 12, 14, 16, 18 നോക്കാം. നേരത്തെ നമ്മൾ എഴുതുമ്പോൾ 10 ആണ് കിട്ടിയത്, ഇവിടെ 14. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഇരട്ട സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് അതായത് ശരാശരിയിൽ നിന്ന് പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചിട്ട് കുറച്ചാൽ മതി. അതായത് a ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ a-n-1, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ a+n-1. അപ്പൊ നമുക്ക് ഒറ്റ ഫോമിൽ എഴുതാം, a പ്ലസ് ഓർ മൈനസ് n-1. ചെറിയ സംഖ്യ ആണെങ്കിൽ മൈനസും വലിയ സംഖ്യ ആണെങ്കിൽ പ്ലസും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.